നമ്മൾ പ്രൈസ് അത്രയും മുടക്കുമ്പം ഇവർക്ക് ഇച്ചിരി കൂടെ റേഞ്ച് കൂട്ടാമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മഡ് ഗാർഡ്, എനിക്ക് തോന്നുന്നു അവർ ആ സ്പോർട്സ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ മഡ് ഗാർഡ്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പില്ലിച്ചുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 160 mm ഒരു 153 mm കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻ്റ് ഒക്കെ പക്കയാണ്. ഹീറ്റിംഗ് മാനേജ്മെൻറ്റും ബാറ്ററി മാനേജ്മെൻറ്റും അങ്ങനത്തെ കറക്റ്റ് രീതിയിൽ കൂളിംഗ് ഒക്കെ ബാറ്ററി പക്കയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പറയുന്നതിന് കൂടുതൽ റേഞ്ചും കിട്ടും. നമ്മളത് ഓടിക്കുന്ന വിധം അനുസരിച്ചിരിക്കും. ഓടിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നല്ല പവറാണ്. മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് നല്ല പവറാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഏതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കൂളായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. കൺട്രോളേ മറ്റേ ചെറുതായിട്ട് പോലെ ഒരു കൺട്രോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം അടുത്ത ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ക്ലാസ് റൂം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരുപാട് കുട്ടികൾ കാണും. അതിനകത്ത് ഇപ്പം നല്ല പഠിക്കുന്നവർ കാണും, ചിലപ്പം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവർ കാണും, എന്നാൽ പ്രശ്നം ഉണ്ടാക്കാതെ അത്യാവശ്യം പഠിച്ചു പോകുന്ന പിള്ളേർ കാണും. അങ്ങനത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാറ്റഗറി എടുത്താൽ അങ്ങനത്തെ ഒരു പയ്യനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതർ 450X ജനറേഷൻ 3 കുറിച്ചാണ്. ഒരു 2018 തോന്നുന്നു ഏതർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും എനിക്ക് തോന്നുന്നില്ല ഏതർ വലിയൊരു വിവാദമോ കാര്യങ്ങളോ ഉണ്ടാക്കിയെന്ന്. നല്ല രീതിയിൽ അത്യാവശ്യം വിറ്റുപോകുന്ന രീതിയിലുള്ളൊരു വണ്ടിയായിട്ടാണ് ഏതർ മാറിയത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡിസൈനിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുമ്പം. അതിലിപ്പം ആദ്യം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ആയിരിക്കും. ഇതിൻ്റെ ഈ ജനറേഷൻ 3യുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,72,000 രൂപയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചാണ്. 1,50,000 എബോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് റേഞ്ചാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം എക്കോ മോഡിൽ ഒരു 105 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പണ്ടത്തെ ഏതറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് 85 കിലോമീറ്റർ ഉള്ളായിരുന്നു, ഇതിന് 105 കിലോമീറ്റർ കിട്ടും. അതാണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകത. ഇനി അടുത്തത്, റേഞ്ച് കൂടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം ബാറ്ററിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ജനറേഷൻ 2ൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2.9 kWh ആണെങ്കിൽ നമ്മുടെ പുതിയ മോഡലിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 3.7 kWh. അപ്പോൾ അത്രത്തോളം വ്യത്യാസം വന്നു. ബാറ്ററി മാനേജ്മെൻറ്റ്, ബാറ്ററി സിസ്റ്റം ഇച്ചിരി വലുതായി, പൊസിഷനിങ് മാറിയിട്ടുണ്ട്, സെല്ലിൻ്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സെല്ല് എടുക്കുന്ന ലോഡും കുറവായിരിക്കും. അത് ഞാൻ കൂടുതൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയാം. ഇതാണ് ആദ്യത്തെ 3 മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അടുത്ത ഇപ്പോൾ നമ്മൾ റേഞ്ച് പറഞ്ഞു, ബാറ്ററിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ചാർജിങ് ടൈം പറയാം. 3 രീതിയിലാണ് നമുക്ക് ഏതെങ്കിലും സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് വീട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവർ വന്ന് വീട്ടിൽ ഒരു ചാർജിങ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമതെന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ചാർജർ. ഇപ്പോൾ ഞാനൊക്കെ ഒരു സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും മെയിനായിട്ട്. നമ്മുടെ ഈ സീറ്റിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു ചാർജർ നമുക്കത് കൊണ്ടു നടന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏതറിന് തന്നെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് ഫോൺ നോക്കിയാൽ അറിയാം എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ബാംഗ്ലൂർ പോലൊക്കെയുള്ള സ്ഥലത്താണ് ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറവാണ്. നമുക്ക് ഓണറേറ്ററിനോട് ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് 0 തൊട്ട് 80% ചാർജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു 4.5 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. ഇനിയും 100% ചാർജ് ചെയ്യാൻ 5.5 മണിക്കൂർ സമയം നമുക്ക് എടുക്കും. അത്യാവശ്യം നല്ലൊരു സമയമാണോ എന്ന് ചോദിച്ചാൽ 5.5 മണിക്കൂറൊക്കെ നല്ല ഒരു സമയമാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ അടുത്ത ഫീച്ചർ. ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 15 കിലോമീറ്റർ കിട്ടും ഫാസ്റ്റ് ചാർജിങ്. അത് ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിവിടെ അത്രയും സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഫ്രീ ആണ് നമുക്ക് തോന്നുന്നു ഏതെങ്കിലും സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ. ഇത്രയാണ് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ. നമ്മുടെ ഏതർ ജനറേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വരുന്ന വ്യത്യാസം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ എന്തൊരു സംഭവം എടുത്താലും നമുക്ക് ആ കൊടുക്കുന്ന വിലക്കനുസരിച്ച് വർത്തായിട്ടുള്ള സംഭവം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ നോക്കണം. ബാറ്ററിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. 2.9 3.7 ആക്കിയിട്ടുണ്ട്. പക്ഷേ റേഞ്ച് എന്ന് പറഞ്ഞത് 85 105 ആയിട്ടുള്ളൂ. റേഞ്ച് അവർക്ക്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ റേഞ്ച് അവർക്ക് കൂട്ടായിരുന്നു. എന്താ കൂട്ടാഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. 105 എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ റേഞ്ച് കുറവ് തന്നെയാണ് ഒലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് മോട്ടർ സിസ്റ്റം പഴയ മോട്ടർ തന്നെയാണ് വരുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല മോട്ടറിന്. അതേ സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് ഇതിനകത്ത് മോട്ടർ വരുന്നത്. പിന്നെ ഒരു ചേഞ്ച് പറയാൻ, ഇതിൻ്റെ മിററിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഡിസൈനിൻ്റെ ഫീച്ചർ വരുമ്പോൾ പറയാം. പണ്ടത്തെ മിററല്ല, പുതിയ ഒരു മിറർ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഏതർ നല്ലതെന്ന് പറയുമ്പോൾ നമ്മളിച്ചിരി കുറ്റം കണ്ടുപിടിക്കണമല്ലോ. കുറ്റം കണ്ടുപിടിക്കണം. മേജർ കുറ്റം ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും കുറ്റം ഉണ്ടോയെന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫക്ട്സ് ഒക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ജനറേഷൻ 3യുടെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് സീറ്റിനകത്തൂടെ നമുക്ക് സാധനം അടിച്ചു മാറ്റുമെന്നൊക്കെ പറയുന്നത്. ചില ഇപ്പോൾ വാല്യുബിളായിട്ടുണ്ടെങ്കിലും വെച്ചാൽ വാല്യുബിൾ ആവുന്നത് നമ്മൾ സീറ്റിനകത്തല്ല വെക്കുന്നത്. എന്നാലും അങ്ങനൊരു കംപ്ലയിൻറ്റ് പറയുന്നത് കേട്ടു. പിന്നെ ഒരു 2000 കിലോമീറ്റേഴ്സ് എബോവ് നമ്മൾ സ്കൂട്ടർ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബെൽറ്റിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് സൗണ്ട് ഇച്ചിരി നോയ്സ് കൂടുതലാണെന്ന് നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മഡ് ഗാർഡ്, എനിക്ക് തോന്നുന്നു അവർ ആ സ്പോർട്സ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ മഡ് ഗാർഡ്.
പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. പില്ലിൻ്റെ ദേഹത്ത് ശരിക്ക് ചെളി തെറിക്കുമെന്നാണ് നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓണർ ചേട്ടൻ ഈ മഡ് ഗാർഡ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് ഫിറ്റ് ചെയ്തതാണ് മഡ് ഗാർഡ്. അല്ലാതെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മഡ് ഗാർഡിന് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഒരു മേജർ എന്ത് പറയുന്നത് ഒരു ഡിഫക്റ്റ് എന്ന് പറയാനായിട്ട് പറയുമ്പോൾ. പിന്നെ സൈഡ് സ്റ്റാൻഡേ ഉള്ളൂ, സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് കഴുകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ എനിക്കറിയത്തില്ല. പക്ഷേ ഓരോരുത്തർ പറയുന്ന കംപ്ലയിൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് ഒരു മേജർ എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് തോന്നിയത് അത്രയും ചാർജ് ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ ചാർജ് ചെയ്തിട്ട് റേഞ്ച് കുറവുള്ളത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് റേഞ്ച് കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ജനറേഷൻ 3 ഒക്കെ കൊണ്ടുവന്നു. ഡിസ്ക് ബ്രേക്കാണ്, ശരിയാണ്. ഉറപ്പായിട്ടും ഒരു ABS അവർക്ക് കൊണ്ടുവരായിരുന്നു. എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബാറ്ററിയുടെ പൊസിഷനിങ് ഇവിടെ നിന്ന് താഴോട്ടാക്കിയപ്പം എനിക്കറിയത്തില്ല, ആരും ശ്രദ്ധിച്ചുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 160 mm ഒരു 153 mm കുറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. കാരണം ബാറ്ററി ഇപ്പം താഴെയാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ബാറ്ററി മാനേജ്മെൻ്റ് ഒക്കെ പക്കയാണ്. ഹീറ്റിംഗ് മാനേജ്മെൻറ്റും ബാറ്ററി മാനേജ്മെൻറ്റും അങ്ങനത്തെ കറക്റ്റ് രീതിയിൽ കൂളിംഗ് ഒക്കെ ബാറ്ററി പക്കയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഏതറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഡിഫക്റ്റായിട്ട് പറയാൻ വേണ്ടി. ഇനി നമുക്കിതിൻ്റെ ഡിസൈനിലേക്കൊക്കെ കിടക്കാം. പിന്നെ അടുത്ത കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6.2 കിലോ വാട്ടിൻ്റെ പീക്ക് പവറുള്ളൊരു മോട്ടറാണ്. അത്രയും പവർഫുൾ മോട്ടറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പഴയ ഏതൊരു ജനറേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോട്ടറിന് വ്യത്യാസം വന്നിട്ടില്ല. പീക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ 26 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള മോട്ടർ തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അതിനകത്ത്. സെയിം ആ പവർ തന്നെ ഇതിനും ഉള്ളൂ, ജനറേഷൻ 2 അതേ പവർ. ഞാനതാ നേരത്തെ പറഞ്ഞത്, ₹1 നമ്മൾ മുടക്കുമ്പോൾ ഇപ്പോൾ മോട്ടർ ഇച്ചിരൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഇച്ചിരൂടെ പവർഫുൾ ആക്കിയായിരുന്നെങ്കിലോ. എൻ്റെ ഒരു അറിവിൽ ഈ മെഷീന് ഇതിൽ സ്പീഡിൽ പോകാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. അവർ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ മോട്ടർ മാറ്റാൻ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 85 to 90 km ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 3.7 kWh ആണെന്ന് പറഞ്ഞല്ലോ ബാറ്ററി. അതിൻ്റെ സെല്ലിൻ്റെ നമ്പർ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 2000 above സെല്ലും കൊണ്ടാണ് ആ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഓരോ സെല്ലെടുക്കുന്ന ലോഡ് പണ്ടത്തേനെ വെച്ച് അപേക്ഷിച്ച് പുതിയതിന് കുറവാണ്, ഓരോ സെല്ലും എടുക്കുന്ന ലോഡ്. അതുകൊണ്ട് തന്നെ ഇപ്പം ബാറ്ററി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡായിട്ട് അങ്ങനെ ചാർജ് ചെയ്യേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ ജനറേഷൻ 2 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ചേ മാത്രം ചാർജ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അത് 10 വട്ടം ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് 5 വട്ടം ചാർജ് ചെയ്താൽ മതി. അങ്ങനെ ബാറ്ററി സൈക്കിൾ ഇമ്പ്രൂവ് ആവും പുതിയ മോഡലിൽ. അതൊരു ഹൈലൈറ്റഡ് ഫീച്ചറാണ്. കാരണം അപ്പം ബാറ്ററി എന്താ പറയുക, മറ്റേത് 5 വർഷം കൊണ്ട് പന്നലാവുകയാണെങ്കിൽ ഇത് 5 വർഷം കൊണ്ട് പന്നലാവത്തില്ല. ഇത് ഞാൻ ഒരു പീരീഡ് പറഞ്ഞതാണ് കേട്ടോ. 5 വർഷം കൊണ്ടൊന്നും പന്നലാവത്തില്ല. വാറൻറ്റി വരുന്നുണ്ട് 5 വർഷം. മോട്ടറിനും മറ്റേ ബാറ്ററിക്കും 5 വർഷം വാറൻറ്റി വരുന്നുണ്ട്. 3 വർഷമാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് 2 വർഷം. അങ്ങനെ അത്രയാണ് വാറൻറ്റി ഫീച്ചേഴ്സിനെ വെച്ച് പറയുമ്പോൾ. നമുക്കിനി ഇതിൻ്റെ ഡിസൈനിലേക്ക് കിടക്കാം. ഏതറിൻ്റെ സ്കൂട്ടറിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഒരു മേജറായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മോഡേൺ ഡിസൈൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ അത്യാവശ്യം എന്ത് പറയുന്നത് ഒരു സ്പോർട്ടി ലുക്ക് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ ഡിസൈൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതിൻ്റെ ഡിസൈന് മേജർ ചേഞ്ച് വരാത്തതിൻ്റെ കാരണം അതാണ്. എന്ന് വെച്ചാൽ ആർക്കായാലും ഒരു വണ്ടി ഒരു കാണുമ്പോഴേ ഒരൊറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും. അത് ഇച്ചിരി യുണീക്കാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. എയറോഡൈനാമിക്കലി നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ ഏതറും പുതിയ ഏതറും വായിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിററാണ്. പണ്ടത്തെ ഏതറിനെ അപേക്ഷിച്ച് ഇച്ചിരി വ്യൂവും എല്ലാം കൂടിയിട്ടുണ്ട് മിററിന്. ഇതാണ് മിറർ. ഇതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അറിവിൽ അങ്ങനെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതാണ്ട് ഈ റെയിലൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആട്ടോ. അത് മിക്ക വണ്ടിക്കും എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ റെയിലെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഇപ്പോൾ ആക്സസറി ആയിട്ട് നമ്മുടെ ഇത് വരുന്നുണ്ട്. നമ്മുടെ ലേഡീസിന് ഇരിക്കാവുന്ന സൈഡിൽ അതിപ്പോൾ ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. അപ്പം ചേർന്നാണ് സൈഡ് ആക്സസറി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇത് വരുന്നുണ്ട്. നമുക്ക് ലേഡീസിന് ഇരിക്കാവുന്ന രീതിയിൽ കാല് വെക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു മാറ്റമുണ്ട്. നമ്മുടെ ചേട്ടൻ അത് രണ്ടും എക്സ്ട്രാ ആക്സസറി ആയിട്ടാണ് മേടിച്ചത്. രണ്ടിനൂടെ 2500 രൂപയായി. അത് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാമായിരുന്നു ഈ മാറ്റമൊക്കെ. എനിക്കറിയത്തില്ല എന്താണെന്ന്. പിന്നെ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ. കൂടുതലായിട്ട് പറയാത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഡിസൈനിലേക്ക് കൂടുതൽ കിടക്കാത്തത്. പിന്നെ ഈ ചേട്ടനാണെങ്കിലേ ഈ മഡ് ഗാർഡ് നമ്മുടെ ഷോറൂമിൽ കിട്ടത്തില്ല. ഇത് വെളിയിൽ വെച്ചാണ് കേട്ടോ. വെളിയിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. കാരണം ഇതിൻ്റെ കൂടെ കിട്ടുന്ന മഡ് ഗാർഡ് കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു പില്ലിൻ്റെ ദേഹത്തൊക്കെ നല്ല രീതിയിൽ ചെളി തെറിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മഡ് ഗാർഡ് കൂടെ വേണമെങ്കിൽ നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഡിസൈൻ വൈസ് ഫീച്ചർ എന്ന് പറയുമ്പം അത്രയാണ്, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ABS ഇല്ല, പുറയിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ടയർ എന്ന് പറഞ്ഞാൽ സാധാ 90യുടെ ടയറായിരുന്നു വരുന്നത്. പക്ഷേ പുറയിൽ ടയറിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. 100ൻ്റെ ടയറാണ് പുറയിൽ വരുന്നത്. അപ്പോൾ ടയറിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. MRFൻ്റെ ടയറാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. പിന്നെ അലോയ് വീലാണ്
അലോയ് വീലാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഞാനിപ്പോൾ ഈ സ്കൂട്ടറിനെ കുറിച്ച് എന്തും വേണ്ടി പറഞ്ഞാലും ആ ഓണർ പറയുന്നതിന് അത്രയും ക്ലാരിറ്റിയോ നിങ്ങൾക്ക് ആ കറക്റ്റ് ഡീറ്റെയിലിങ്ങോ ഒന്നും കിട്ടത്തില്ല. ഇതാണ് നമ്മുടെ ഓർഡർ ചേട്ടൻ സുധീഷ്. ചേട്ടൻ KCBയിലെ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനോട് ചോദിക്കാം ഇതിനെക്കുറിച്ചുള്ള സംഭവം. ചേട്ടാ, ഇപ്പം ഈ വണ്ടി എടുത്തപ്പോൾ എത്ര രൂപയായി? 173 അടുത്തായി അതിൻ്റെ വില. അല്ലേ ചേട്ടാ, റെഡി ക്യാഷ് കൊടുത്തല്ലേ വണ്ടി എടുത്തത്? റെഡി ക്യാഷ് കൊടുത്താണ്. എന്താ ഈ ലോണും ഫിനാൻസും ഒന്നും നോക്കാഞ്ഞത്? അത് അതിൻ്റെ റേറ്റ് വരുമ്പം മുഴുവൻ അടച്ചു വരുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലാണ് വരുന്നത്. ആണല്ലേ? അടവും കൂടുതലുണ്ടോ? EMI കൂടുതൽ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. പിന്നെ ഈ ചേട്ടന് വണ്ടി എടുത്തിട്ടേ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എനിക്ക് തുടക്കം ഏത് ഇലക്ട്രിക് വണ്ടി എടുത്താലുള്ള കുഴപ്പം തന്നെ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഇത് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുപോകാൻ. കാരണം ഇത്ര നാളും ബൈക്കും അത് ഇതൊക്കെ ഓടിച്ചിട്ട് നേരെ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്ന ഒരു വിധമുണ്ട്, അത് ഇതിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അതും പിന്നെ എനിക്ക് വിലയുടെ കാര്യം പറഞ്ഞപ്പോൾ മാറ്റൊക്കെ ആണെങ്കിൽ അധികം എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. കാരണം അവിടെ കൊടുക്കുന്നില്ല, അവിടെ നിന്ന് ഫ്രീ ആയിട്ട് മാറ്റമൊന്നും തന്നില്ല. ഇല്ല, സാധാരണ അങ്ങനെ തരണ്ടേ അല്ലേ? മറ്റുള്ള സാധാരണ വണ്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇലക്ട്രിക് വണ്ടിയുടെ ബാക്കിയുള്ള കേസുകൾ എന്താണെന്ന് അറിയത്തില്ല, ഇതിനും മാറ്റം കൊടുക്കുന്നില്ല. ഒരു ലേഡി ഫുഡ് ഡ്രസ്സും കൊടുക്കുന്നില്ല. ലേഡി ഫുഡ് ഡ്രസ്സ് കളഞ്ഞ് എനിക്ക് തോന്നുന്നു ചിലപ്പം അതിൻ്റെ ലുക്കിനെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ വേറെ ഈ ഡിസ്പ്ലേ ഈ പറയുന്ന റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടോ? പറയുന്നതിന് കൂടുതൽ റേഞ്ചും കിട്ടും. നമ്മളത് ഓടിക്കുന്ന വിധം അനുസരിച്ചിരിക്കും. ആണല്ലേ? പിന്നെ ഈ ഡിസ്പ്ലേ ഒക്കെ എങ്ങനെയുണ്ട് പുതിയതിന്? ഡിസ്പ്ലേ ആണെങ്കിൽ ഇപ്പം ഞാൻ എടുത്ത സമയത്താണ് ഇതിൻ്റെ പഴയ വേർഷൻ, ഇത് മുന്നത്തെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു വേർഷൻ ആയിരുന്നു കിടന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ വരുന്നത് ഏത്തർ സ്റ്റാർക്ക് എന്ന് പറയുന്ന 5 എന്ന് പറയുന്നൊരു വേർഷനാണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി. അന്നേരം ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. നമ്മൾ കൈ കൊടുത്ത് പോകുമ്പോഴേ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൂട്ട് കാണിക്കും, നമ്മൾ പവർ കൊടുക്കുന്ന കറക്റ്റാണോ എന്നുള്ള രീതിയൊക്കെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ ഇതിൻ്റെ റിയൽ ടൈം എഫിഷ്യൻസി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഇവർ ഈ ഡിസ്പ്ലേ അങ്ങോട്ട് കളഞ്ഞ്. ഇപ്പം അതുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നമുക്കറിയാം, നമ്മൾ ഓടിച്ചു പോകുമ്പം അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടെന്നോ മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് അന്നേരം തന്നെ അറിയാമായിരുന്നു. ഇപ്പം ഫോണിൽ നോക്കിയിട്ട് വേണം നമ്മളത് അറിയാൻ. ആപ്പിൻ്റെ അകത്തും പിന്നെ കുറച്ച് ഡിലേ ഉണ്ട്. നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയിട്ട് വരത്തുള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ചെറുതായിട്ട് ഡിലേ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പണിഞ്ഞ് കഴിയുമ്പോഴേ അത് ഒന്ന് കണക്റ്റായിട്ട് വരത്തുള്ളൂ. ഈ നാവിഗേഷനെ നമ്മൾ ഫോണിന്റെ മാപ്പൊക്കെ ഇപ്പൊ അതിനകത്ത് പറ്റത്തില്ലയോ? ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ബ്ലൂടൂത്ത് വഴി ഇതിൻ്റെ അകത്ത് ഇടാനും. അല്ല, അതിനകത്ത് നോക്കുമ്പോഴേ എങ്ങനെയുണ്ട് നോക്കാൻ? പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറച്ചുകൂടെ നമുക്ക് എല്ലാം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലയോ? പിന്നെ ഈ സൈഡ് സ്റ്റാൻഡ്, സെൻട്രൽ സ്റ്റാൻഡ് വേണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇത് 2 തവണ ഞാൻ കഴുകിയിട്ടുണ്ട്. കഴുകിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ചരിച്ച് വെച്ചുകൊണ്ട് കഴുകുമ്പോഴും മറ്റേ ഓസൊക്കെ അടിച്ച് കഴിയുമ്പോഴൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കൈയകത്തോട്ട് കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബെൽറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം പ്രഷർ കൊടുത്ത് കഴുകാനും അങ്ങനെ പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു ഫീച്ചറായിട്ട് ഇതിന് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ചേട്ടാ? എന്തെങ്കിലും പറയുമായിരുന്നോ? ഇതിൻ്റെ അകത്ത് ഫീച്ചറായിട്ട് ഇപ്പോൾ ആണെങ്കിൽ കിടക്കുന്ന ഫീച്ചേഴ്സ് എടുത്ത് കളഞ്ഞത് ഇച്ചിരി മോശമായി. പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അത് ഇച്ചിരി ഇതായി. പിന്നെ ഫീച്ചർ ഇപ്പോൾ ആണെങ്കിൽ എടുത്തല്ലേ ഉള്ളൂ, അത് കാരണം വലിയ ഇതില്ല. എന്നാലും ഓടിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയത് നല്ല പവറാണ്. മറ്റുള്ള ഇലക്ട്രിക് വണ്ടികൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് നല്ല പവറാണ്. ഇനിഷ്യൽ ആ തുടക്കത്തെ നല്ലൊരു പവർ കിട്ടും. നമ്മൾ ഇപ്പം ഒരു ചെത്ത് പയ്യന്മാർക്കാണെങ്കിലും നമുക്ക് ഇതെടുത്ത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല പവറാണ് ഇതിന് തുടക്കം തന്നെ കിട്ടുന്നത്. അടുത്ത് നിന്ന് ഷോ ഓഫ് കാണിക്കാനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ തന്നെ ശ്രദ്ധിക്കും. കാരണം ഈ ഒരു ഇലക്ട്രിക് വണ്ടിയും പോരാതെ ഇത്ര പവറിലൊരു വണ്ടി ഓടിപ്പോകുന്ന ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. ചേട്ടാ ഓല ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ഓല ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സാറിൻ്റെ ഓലയാണ്. സാറിന് ദൂരെ നിന്നായിരുന്നു സാധാരണ ഓല എടുത്തത്. അത് ഓടിച്ചപ്പോൾ എനിക്ക് ഡിലേ ആയിട്ട് നല്ല കൈ കൊടുക്കുമ്പോൾ ഒരു ഡിലേയും തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് ബൾജിയാണ് വണ്ടി. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഏതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കൂളായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. അത്രയ്ക്ക് സ്ലിം ആയിട്ടുള്ള ഒരു വണ്ടിയോട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ചേട്ടാ അവസാനമായിട്ട് ഈ ഏതർ 450X ജനറേഷൻ 3 ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? ഇനി ഒരാൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടാ എടുക്കാൻ പറയുമോ അതോ എടുക്കണ്ട എന്ന് പറയുമോ? ഞാൻ എടുക്കാൻ തന്നെ പറയാം. എടുക്കുവാണെങ്കിൽ തന്നെയും അത് ഓരോരുത്തരുടെയും എന്തുമാത്രം കിലോമീറ്റർ ഒരാൾ ഓടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ. കാരണം ഒരു 70, 60, ഒരു 80 മാക്സിമം റേഞ്ചൊക്കെ ഓടുന്ന ഒരാൾക്ക് ഏത്തർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതിൽ മേലെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓലയിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നത് നല്ലത്. കാരണം
ഇത് അത്ര നമ്മൾ പോകുമ്പോൾ പവർ നമ്മൾ അത്യാവശ്യം നമ്മളൊരു ഓവർടേക്കൊക്കെ ചെയ്ത് നല്ലൊരു പവർ എടുത്തുവാണെങ്കിൽ ഇപ്പം വാർപ്പയിലിട്ട് ഓടിക്കുകയാണെങ്കിൽ 75 കിട്ടും. ആ 75 നമുക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതലും കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊടുക്കുന്നത് കുറച്ച് തന്നെ ഓടിക്കണം. ഒരു 85-90 സ്പീഡ് വരെയൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും. ആ ഒരു റേഞ്ച് നമുക്ക് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ നമ്മളതനുസരിച്ച് പോകണം. അപ്പോൾ താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ചേട്ടൻ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നതിനെക്കാട്ടി പക്ക ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം വേണ്ടുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളും എല്ലാം ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാര്യം പറയുവാണെങ്കിൽ ഈ ഏതറിന് തന്നെ 450X ജനറേഷൻ 3.1 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം കംപ്ലൈൻറ്റ് എല്ലാം പരിഹരിച്ചു. കാരണം ഇതിനിപ്പോൾ ഒരു പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ സ്ലോപ്പിലൊക്കെ നിൽക്കുമ്പം ഹാൻഡ് ബ്രേക്ക് പോലെ ഹാൻഡ് റെയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള സംഭവം ഒന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ അതിന് അപ്ഡേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഹോൾഡായി നിൽക്കുന്ന ഒരു ഫീച്ചർ പോലെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സീറ്റിന് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ കളർ, ഇതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളറിനെക്കാട്ടി കൂടുതൽ കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ കളറിന് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ 3.1 ഇതിൻ്റെ എന്തൊക്കെയോ പോരായ്മ പരിഹരിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ റേഞ്ചും നമ്മുടെ ബാറ്ററി അതിനൊന്നും ഒരു മാറ്റമില്ല, പഴയ ഇത് തന്നെ സെയിമാണ്. കളറിലും പിന്നെ എന്താ പറയുന്നത്, ഈ സ്ലോപ്പിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി അതൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനറേഷൻ 3 അവൈലബിൾ ആയിട്ടില്ലായിരിക്കും, 3.1 ആയിരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം കേട്ടോ. മറ്റേ ഒലക്കകത്തൊക്കെ നമുക്ക് സ്ക്രീനിനകത്തായിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. ഇത് തന്നെ കൺവെൻഷനൽ ചെയ്ത് നമ്മുടെ ആക്സസ് ഒക്കെ തുറക്കുന്നതിന് കൂട്ട് തന്നെ തുറന്നില്ല. ഇപ്പോൾ തുറന്ന് ക്ലിക്കെന്നൊരു സൗണ്ട് കേൾക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ വരുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 22 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു മറ്റേ പോലെ കമ്പയർ ചെയ്യുമ്പം ബൂട്ട് സ്പേസ് കൂടിയെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടേ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു LED ലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് രാത്രി കാണാൻ വേണ്ടി. നമ്മൾ ഇത്ര നേരം ഇത് ഓടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, ഇതൊന്ന് ഓടിച്ച് നോക്കട്ടെ. ഇതിപ്പോൾ എക്കോ മോഡാണ് കേട്ടോ വരുന്നത്. സസ്പെൻഷൻ ഇത് അത്യാവശ്യം ചെറിയ കട്ടറൊക്കെയുള്ള റോഡാണ്. സസ്പെൻഷൻ അത്യാവശ്യം സൗണ്ടുണ്ട്, മറ്റേനെയൊക്കെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ സൗണ്ടുണ്ട്. പിന്നെ കൺട്രോളേ മറ്റേ ചെറുതായിട്ട് പോലെ ഒരു കൺട്രോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ കട്ടറിലൊക്കെ ഒന്ന് വിട്ടു പോകാം, കുഴപ്പമില്ല. അറിയുന്നുണ്ടോ? ഇല്ലല്ലോ, അത്യാവശ്യം കൊള്ളാം ഇല്ലയോ സസ്പെൻഷൻ. അവിടെ ഭയങ്കര മോഡല് എക്കോ മോഡാ. എക്കോ മോഡ് ഇടുമ്പം എനിക്ക് തോന്നുന്നൊരു നോർമൽ 40 കിലോമീറ്ററൊക്കെയാണ്. എക്കോ മോഡ് ഇടുമ്പോൾ നമുക്ക് റേഞ്ച് കൂടും. നമുക്കൊന്ന് പോയിട്ട് എക്കോ മോഡിൽ നമുക്ക് സ്പീഡ് നോക്കാം. നല്ല രീതിയിലുണ്ട്. ആ ഒരു ചെറിയ രീതിയിൽ സൗണ്ട് നല്ല, മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിനെ അപേക്ഷിച്ച് അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് കൊടുത്തേക്കുവാണ്. ഒരു 40, 41, 42. നമുക്ക് ഈ ബട്ടൺ കണ്ടോ, ഈ സൈഡ് ബട്ടണെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മോഡ് മാറുന്നത്. നമുക്ക് റണ്ണിങ്ങിൽ തന്നെ മോഡ് മാറ്റാൻ സാധിക്കും കേട്ടോ. ഇതാണ് റൈഡ് മോഡ്. പിന്നെ ബട്ടണൊക്കെ അത്യാവശ്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോഡ് വരുന്നുണ്ട്, പക്ഷേ ക്രൂയിസ് കൺട്രോൾ മിസ്സിംഗ് ആണ്. ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ 170 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രൂയിസ് കൺട്രോൾ ABS ഞാൻ എപ്പോഴും പറയുന്നു അത് കൊടുക്കായിരുന്നു. നമുക്കിനി വണ്ടി നല്ല പവർഫുള്ളായി നമുക്കത് ഫീൽ ചെയ്യും. ഞാൻ പറയില്ല, ഹീറ്റിംഗ് മാനേജ്മെൻറ്റ് പക്കയാണ്, കൂളിംഗ് മാനേജ്മെൻറ്റ്. ആ ഫാൻ പക്കയായിട്ട് നമ്മൾ ഇച്ചിരി പവർ പോകുമ്പോൾ ഓണാവും. ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. സൗണ്ട് കൊണ്ട് മനസ്സിലായാലേ ഉള്ളൂ കേട്ടോ. പവർ വെച്ച് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. നമുക്ക് മോഡ് വരാം, സ്പോർട്സ് വരാം. സ്പോർട്സ് തുടങ്ങാം. സ്പോർട്സ് മോഡിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഭയങ്കര മോഡലാണ് കേട്ടോ. നേരെയാണ് സ്പോർട്സ് മോഡിലാണ് വണ്ടി അത്യാവശ്യം പവർഫുള്ളായി. എനിക്കൊന്ന് റൈഡ് മോഡിലെ അത്യാവശ്യം പവർഫുൾ ആണ് വണ്ടി. സസ്പെൻഷൻ ഇച്ചിരി സ്വിഫാണ്, എന്നാലും കൊള്ളാം കേട്ടോ. എനിക്ക് അത്രയൊക്കെ പോരാതൊന്നും തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് റാപ്പിലിടാം.
അത്യാവശ്യം ഒന്ന് ഓടിച്ച് നോക്കി. കയറ്റമൊക്കെ പക്കയായിട്ട് കയറുന്നുണ്ട്. പവർഫുൾ ആവുമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പവർഫുള്ളാണ്, നല്ല പവറുണ്ട്. അത് നമുക്ക് പിന്നെ കയറ്റം കയറുന്നതൊക്കെ നമുക്ക് കാണിക്കായിരുന്നു. വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് അതൊക്കെ നമ്മൾ കളഞ്ഞതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടതാണ് നമ്മുടെ ഏതർ 450Xന്റെ വിശേഷമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ഞാനും അൽജു, സുധീഷ് ചേട്ടൻ, ശ്രീവാസ് സൈനിങ് ഔട്ട്. ടാറ്റാ.